ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ സ്നാക്സ് ആയിട്ടും എപ്പം വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അതിലേക്ക് വേണ്ട സാധനങ്ങൾ: ക്യാരറ്റ്, കുറച്ച് ക്യാരറ്റ് വേണം, സവോള, ക്യാപ്സിക്കം, പകുതി ക്യാപ്സിക്കം, 3-4 കൂണ്, പിന്നെ മഞ്ഞ ക്യാപ്സിക്കം വേണം, തക്കാളി, പിന്നെ കുറച്ച് ചീസ് നിങ്ങളുടെ ആവശ്യത്തിന്. പിന്നെ ഇതിലേക്ക് 4 മുട്ടയാണ് വേണ്ടത്. ആദ്യം തന്നെ ഞാൻ മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി വയ്ക്കുക. ഇതിന് ശേഷം നമുക്ക് ഒരു പാൻ എടുക്കുക. അതിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്യുക. എന്ത് വേണമെങ്കിലും ചേർക്കാം, ബട്ടറോ നെയ്യോ എന്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർക്കണം. സവോളയൊക്കെ ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് കൂൺ ആഡ് ചെയ്യാം. കുറച്ച് കൂണേ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 3/4 ഭാഗമെങ്കിലും ഈ ചേർക്കുന്ന പച്ചക്കറികളെല്ലാം ഒന്ന് വെന്ത് വരണം. അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു വലിയൊരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ഇത് എടുത്തേക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി ഇതിലേക്ക് ഞാൻ മഞ്ഞ കളറിലുള്ള വേറൊരു ക്യാപ്സിക്കം കൂടെ എടുത്തിട്ടുണ്ട്. അതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ഒരു ക്യാരറ്റിൻ്റെ 3/4 ഭാഗമുണ്ട്. അതൊന്ന് ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞതാണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വേവിച്ചെടുക്കാം. ഇനി കുറച്ച് കുരുമുളക് പൊടി ചേർക്കണം എരിവിനായിട്ട്. പച്ചമുളക് വേണമെങ്കിലും ചേർക്കാം. ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. അവസാനമായിട്ട് ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാതിരിക്കല്ല, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി ഒന്ന് വെന്തതിന് ശേഷം നല്ലപോലെ ഒന്ന് സ്പ്രെഡാക്കി വെക്കുക. ഇനി എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ട ഇതിൻ്റെ മുകളിലാക്കി നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കി എടുക്കണം. വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം കോട്ടാവുന്ന രീതിയിൽ വേണം ആ മുട്ട ഇതിലേക്ക് ചേർക്കാനായിട്ട്. ഗ്യാപ്പുള്ള ഭാഗങ്ങളെല്ലാം നന്നായിട്ടൊന്ന് ആ മുട്ടയൊന്ന് എല്ലായിടവും ഒന്ന് സ്പ്രെഡാക്കി എടുക്കണം. ഇനി ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കുറച്ച് സമയം. മുട്ട ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് വെച്ച് വേവിച്ചാൽ മതി. ഇനി നമുക്ക് തുറന്നൊന്ന് നോക്കാം. കുറച്ചും കൂടി ഒന്ന് വേവാനുണ്ട്. നമുക്കിതിനെ അടച്ച് വെച്ച് ഒന്നും കൂടെ വേവിച്ചെടുക്കാം. ഇനി
വെന്തതിന് ശേഷം അതിൻ്റെ സൈഡൊന്ന് ഒരു സ്പൂൺ വെച്ചൊന്ന് വിട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇളകി കിട്ടും. നിങ്ങൾക്ക് സ്പൂൺ കൊണ്ട് തിരിച്ചിടാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഇത് കവറാക്കിയിട്ട് അതിനെ ഒന്ന് ഫ്ലിപ്പ് ചെയ്താൽ മതി. ഈസി ആയിട്ട് തന്നെ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കിട്ടും. അപ്പം നമുക്കിത് പൊട്ടാതെ തന്നെ കിട്ടും. നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ ഇതിനെ നമുക്ക് ആക്കിയെടുക്കാം. ഇനി അത് തന്നെ ആ ഫ്രൈ പാനിലേക്ക് തന്നെ മാറ്റുക. അതിൻ്റെ മറുവശവും കൂടെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ രണ്ട് സൈഡും നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചീസ് ആഡ് ചെയ്യാം. ചീസ് ഇല്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്യാവശ്യം ചീസ് ഞാൻ ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ആക്കിയിട്ടുണ്ട്. ഇനി ഈ ചീസ് ഒന്ന് മെൽറ്റായി വരണം. അതിന് വേണ്ടിയിട്ട് നമുക്കിതിനെ അടച്ച് വെച്ച് ചെറിയ ഫ്ലെയിമിൽ ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ ചീസി ആയിട്ടുള്ള ഓംലെറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് ഞാൻ ചെറുതായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്യുകയാണ്. വളരെ സിമ്പിളാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അത്യാവശ്യം നല്ലൊരു ഫില്ലിങ്ങും കൂടിയാണിത്. ഇനി ഞാനിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. എന്നാൽ ചീസി ഓംലെറ്റ് തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സും എന്നെ കമൻസിലൂടെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.